ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രോസ്റ്റി ഫേബിൾസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് നാളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ എങ്ങനെയാണ് കാനഡയിൽ വന്നത്, ഞാൻ കാനഡയിൽ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, ഞാനിവിടെ എങ്ങനെയാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആയിട്ട് ഡേ കെയറിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെല്ലാം ആൻസർ തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം എന്നെപ്പറ്റി തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ നാട്ടിൽ കണ്ണൂരാണ്. +2 കഴിഞ്ഞ് ഞാൻ 2 ഇയർ ഡിപ്ലോമ ചെയ്തു. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ നാട്ടിൽ ലോവർ പ്രൈമറിയിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഞാനത് പത്തനംതിട്ട റാന്നിയിലാണ് ചെയ്തത്. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ട്, അതായത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഒന്നും കൂടി കേട്ടറ്റ് അറ്റംപ്റ്റ് ചെയ്തു. അന്നേരം ഞാൻ കേട്ടിട്ട് പാസ്സായി. അങ്ങനെ ഞാൻ കോട്ടയം മള്ളുശ്ശേരി സെൻറ് തോമസ് LP സ്കൂളിൽ ഞാൻ 1 മാസം പഠിപ്പിച്ചു. 1 മാസം ഞാനവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ പഠിച്ച സ്കൂളിൽ, അതായത് മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പിന്നെ ഒരു 4-5 മാസം ഞാൻ അവിടെ പഠിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് +2 കഴിഞ്ഞപ്പോൾ തന്നെ കാനഡയിൽ പോകണം, പുറത്ത് പോകണം, അങ്ങനെ ഭയങ്കര ഡ്രീംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ +2 കഴിഞ്ഞപ്പോൾ കോവിഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പിന്നെ വേറെ ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഡിപ്ലോമ ചെയ്തു. എന്നിട്ട് പിന്നെ ഡിപ്ലോമ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് ടീച്ചിങ്ങിന് സ്കോപ്പ് ഉണ്ട്, അതായത് കാനഡയിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ +2 അല്ല, ഡിപ്ലോമ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏത് കോളേജിൽ പോകണം, എനിക്ക് ഇവിടെ കസിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവരോടൊക്കെ വിളിച്ച് അന്വേഷിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമ കോവിഡൊക്കെ കാരണം കുറേ നീണ്ടുപോയായിരുന്നു, 2 ഇയറിന് മേലെ എടുത്തായിരുന്നു. പക്ഷേ ഞാൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ഞാൻ IELTS-ന് ചേർന്നു. ഒരു 2 മന്ത്സ് കോച്ചിങ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജനുവരി 2023 ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് 7 ബാൻഡ് കിട്ടി, ഞാൻ IELTS പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരുടെ നെയിം ഒന്നും പറയുന്നില്ല, അത് കണ്ണൂർ തന്നെയുള്ള ഒരു കൺസൾട്ടൻസിയാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നോർത്ത് കോളേജിൽ, അതായത് ആൽബർട്ട പ്രൊവിൻസിലെ നോർത്ത് കോളേജിൽ ചൈൽഡ് ആൻഡ് യൂത്ത് കെയറിന് എനിക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പം അവർ എൻ്റെ അടുത്ത് നിന്ന് 2000 rupees വാങ്ങി. എന്നിട്ട് അവർ എല്ലാം പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് 1 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് നോർക്കസ്റ്റിൽ നിന്ന് ഒരു മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് അപ്ലൈ ചെയ്തത്, സെപ്റ്റംബർ 2023. പക്ഷേ എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു, അതായത് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല, അപ്പം അഡ്മിഷൻ തരാൻ പറ്റില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഏജൻസിയോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്ക് ട്രാൻസ്ക്രിപ്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒന്നും അറിയില്ല, ഒന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് ആ ടൈമിൽ എനിക്കും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കേണ്ടതെന്നൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ടെലഗ്രാമിൽ ഒരു ആൾക്ക് മെസ്സേജ് അയച്ച് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് കൊടുക്കേണ്ടത്. അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ആയിരുന്നു ഞാൻ കേട്ട സമയത്ത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായി. അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചു എന്നാൽ പിന്നെ ഏജൻസി ചേഞ്ച് ചെയ്യാം, കാരണം അവർക്കൊന്നും അറിയില്ല, അവരൊന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ ഞാൻ ഏജൻസി ചേഞ്ച് ചെയ്ത് ഞാൻ എറണാകുളത്തുള്ള GB എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്തു. അവിടെ എൻ്റെ കൗൺസിലർ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്കത് പറഞ്ഞു തന്നത് എൻ്റെ കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഗോപികയാണ് എനിക്ക് പറഞ്ഞു തന്നത് GB എഡ്യൂക്കേഷനെ പറ്റി. അങ്ങനെ ഞാൻ GB എഡ്യൂക്കേഷൻ വഴി പിന്നെ നോർക്കസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നിന്നില്ല, കാരണം നോർക്കസ്റ്റിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ഡിസിഷൻ തെറ്റായിരുന്നു. അത് ഓക്കെ, അത് വിട്. എന്നിട്ട് ഞാൻ ആൽബർട്ടയിലെ ഫോർട്ട് മക്മറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കിയാനോ കോളേജിൽ അപ്ലൈ ചെയ്തു. ജാൻ ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്തു, കാരണം അന്നേരത്തേക്ക് ടൈമൊക്കെ കുറച്ച് നീണ്ടുപോയായിരുന്നു. അങ്ങനെ ഞാൻ ജാൻ ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തു. എനിക്കൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഏർലി ലേണിംഗ് ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറയുന്ന കോഴ്സിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ സമയത്ത് ഞാൻ മടമ്പ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിസ പ്രോസസ്സിങ്, പിന്നെ ഫീസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അടച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കോഴ്സ് രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഞാൻ വിസ ഫയൽ ചെയ്ത് 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. ടീച്ചേഴ്സ് ഡേയുടെ പിറ്റേന്നാണ് എനിക്ക് വിസ വന്നത്. ടീച്ചേഴ്സ് ഡേക്ക് ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയാക്കി. അത് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ എനിക്ക് വിസ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം കാനഡയിൽ പോകാമെന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ പഠിച്ചൊരു കോഴ്സ് തന്നെ അവിടെ എടുത്തു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിസ വന്നു. പിന്നെ മടമ്പ സ്കൂളിൽ എൻ്റെ ജോലി തൽക്കാലം ലീവ് വേക്കൻസി ആയിരുന്നു, അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 15 നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി കാനഡയിലെത്തി. ഫോർട്ട് മക്മറി ഒരു ചെറിയൊരു സിറ്റിയാണ്. അവിടെ നല്ല തണുപ്പായിരുന്നു. ഞാൻ വിൻ്റർ ടൈമിലാണ് വന്നത്, -50 വരെയൊക്കെ പോയായിരുന്നു. അങ്ങനെ ഞാൻ കിയാനോ കോളേജിൽ ചേർന്നു.
അവിടെ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ചും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അസൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് എനിക്ക് പാർട്ട് ടൈം ഒന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചു. പക്ഷേ അവിടുത്തെ ഒരു ചെറിയ സിറ്റിയാണ്, അവിടെ ആകെ ഒരു സൂപ്പർ സ്റ്റോറേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന സ്റ്റുഡൻസിന് മിക്കവർക്കും തന്നെ പാർട്ട് ടൈം ആകെ 1-2 പേർക്ക് കിട്ടിയല്ലേ, ബാക്കി ആർക്കും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ ആൽബർട്ടയുടെ ലെവൽ 1 സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിഞ്ഞു. എനിക്ക് നാട്ടിൽ ഓൾറെഡി 2 ഇയർ ഡിപ്ലോമ ഉണ്ട്, പിന്നെ എക്സ്പീരിയൻസും ഉള്ളത് കാരണം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ആൽബർട്ടയുടെ ലെവൽ 1 സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 4 വീക്സ് കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ലെവൽ 1 സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് ഇവിടെ ഡേ കെയറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് ലെവൽ 1. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കോഴ്സ് ഇവിടെ ചെയ്താൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ലെവൽ 1 സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഞാൻ ആ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ലെവൽ 1 സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ ലെവൽ 1 കിട്ടിയിട്ടും ഞാൻ അവിടെ ആകെ കുറച്ച് ഡേ കെയറേ ഉള്ളൂ ഫോർട്ട് മക്മറിയിൽ. അപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ഡേ കെയറിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചില്ല. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവർ പറയുന്നത് അവർക്കിപ്പോൾ വേക്കൻസി ഇല്ല, കാരണം അത്രയും ചെറിയ സിറ്റിയാണത്. പിന്നെ എൻ്റെ കോഴ്സൊക്കെ മുന്നോട്ട് പോയി. ഫസ്റ്റ് സെമസ്റ്റർ കഴിയാനായി വിഡ്രോവൽ ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു ഇൻസ്ട്രക്ടർ വളരെ മോശമായി ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചെയ്തു. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ബേസിൽ വളരെ മോശമായി തന്നെ ചെയ്തു. അത് എന്നെ ഉൾപ്പെടെ അത് അഫക്റ്റ് ചെയ്തു. എന്നെയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്തു. അപ്പം എനിക്കത് തീരെ താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ആയി. എനിക്കത് പക്ഷെ തീരെ താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അത് എന്നെ വളരെ, കാരണം അത്രയും നേരം എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് പോയി. അപ്പോൾ എനിക്കത് ഒട്ടും തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ സമയത്തൊക്കെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് പിയാനോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ കോളേജ് ചേഞ്ച് ചെയ്യുകയാണ്. എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കോളേജ് ചേഞ്ച് ചെയ്യാണ്. കാരണം എനിക്ക് പിയാനോയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, നമ്മൾ ഇവിടെ കോഴ്സ് ആ സമയത്ത് പാസ്സാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു. ഞാൻ എഡ്മണ്ടണിലെ നെയ്റ്റ് കോളേജിലേക്ക് ചേഞ്ച് ചെയ്തു. പക്ഷേ എനിക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ കിട്ടിയില്ല. കാരണം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇവിടുത്തെ ഹൈ ഡിമാൻഡിങ് കോഴ്സാണ് ആൽബർട്ടയിലെ. അതുകൊണ്ട് എനിക്ക് അതിന് അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അതിൻ്റെ അഡ്മിഷനൊക്കെ നേരത്തെ ക്ലോസ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും തന്നെ അഡ്മിഷൻ കിട്ടില്ല. പിന്നെ ടൊറോണ്ടോയിലൊക്കെ കിട്ടി. അവർ 2-3 പേർക്ക് അവർ അങ്ങോട്ട് മൂവ് ചെയ്തു. പക്ഷെ എനിക്ക് ടൊറോണ്ടോ പോകാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എഡ്മണ്ടണിലേക്കാണ് ഞാൻ മൂവ് ചെയ്തത്. ഞാൻ മൂവ് ചെയ്യുന്നതിന് മുന്നേ തലേന്നല്ല, അതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻഡീഡ് വഴി ഡേ കെയറിലേക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് ഓൾറെഡി ലെവൽ 1 ഉള്ളത് കാരണം ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ തലേന്ന് അപ്ലൈ ചെയ്തു, പിറ്റേന്ന് തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഞാൻ എഡ്മണ്ടൺ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡേ കെയറിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡേ കെയറിൽ വർക്ക് ചെയ്യുന്നത്. അതായത് എനിക്ക് ലെവൽ 1 സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉള്ളത് കാരണമാണ് എനിക്ക് ഡേ കെയറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പിയാനോയിൽ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. പക്ഷേ ഞാൻ അതിന് മുന്നേ തന്നെ എനിക്ക് ലെവൽ 1 കിട്ടി. ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ പുതിയൊരു കോഴ്സ് ചെയ്യുവാണ്. ആ കോഴ്സിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്കത് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ PR ഒക്കെ ആണല്ലോ നമ്മുടെ മെയിൻ എയിം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം എഡ്മണ്ടണിൽ എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 24 hours സെപ്റ്റംബർ തൊട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഡേ കെയറിൽ പാർട്ട് ടൈം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറൊരു ജോലിക്ക് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഡേ കെയറിൽ തന്നെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് അത്രയും കൂടി എക്സ്പീരിയൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ആവും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മൊമെൻറ്റിൽ തോന്നിയായിരുന്നു ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു ഇഷ്യൂ അവിടെ നടന്നതുകൊണ്ടാണ്. പക്ഷെ അത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോയേനെ. മേ ബി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൺ ഉണ്ടാകുമല്ലോ. അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ജോലിയൊന്നും ഇല്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പം എനിക്ക് ഡേ കെയറിൽ ജോലി കിട്ടി. എന്നെ വേറൊരു ഡേ കെയറിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. കാരണം ഇവിടെ എഡ്മണ്ടണിൽ ഇഷ്ടം പോലെ ഡേ കെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നല്ല ചാൻസ് ഉണ്ട് ജോലി കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ആദ്യം തന്നെ എഡ്മണ്ടൺ ചൂസ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നാട്ടിൽ നിന്ന് ഞാൻ ആദ്യം പിയാനോയിലേക്ക് പോകുന്നതിന് പകരം ആദ്യം തന്നെ എഡ്മണ്ടൺ ചൂസ് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് ഇനി വരാനുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു റൂറൽ ഏരിയയിലേക്ക് പോയി നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾ PR ഒക്കെ ആയിരിക്കും നിങ്ങളുടെ എയിം. പക്ഷെ നമുക്കിവിടെ വന്ന് പാർട്ട് ടൈം ചെയ്യണം, നമുക്ക് സാലറി കിട്ടണം, നമുക്ക് ഫീസ് അടയ്ക്കണം, അങ്ങനെയൊക്കെ നമുക്ക് എയിമുണ്ട്. അപ്പം എഡ്മണ്ടൺ പോലൊരു സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇവിടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് ആൽബർട്ടയുടെ ലെവൽ 1 സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഡേ കെയറിൽ ജോലി കിട്ടിയത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കണ്ടന്റ്. ഓക്കെ, ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റ് ആയിട്ട് വരാം. ബൈ ഗൈസ്.